എൽദോസ് ടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡുകളിലേക്കും സ്വാഗതം. എൻ്റെ പേര് എൽദോസ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് റെഡ്മി ഗോ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ ഷോമിയുടെ ഫോണാണ്. ഇത് നമ്മൾ എന്താ പറയുക, ഇതൊരു അഫോർഡബിൾ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഒരു ഫോണാണ്. ഒരു വെറും 4,500 രൂപയ്ക്ക് വന്നിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ റെഡ്മി ഗോയുടെ ഒരു റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് റെഡ്മി ഗോ. ഇതാണ് നമുക്ക് ഇത് വരുന്നത് 4,400 പ്രൈസിലാണ് വരുന്നത്. ഇത് നമുക്ക് ആദ്യം ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഡിസ്പ്ലേ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇഞ്ചിൻ്റെ HD സ്ക്രീൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഡിസ്പ്ലേ, ഡീസൻറ്റ് ഡിസ്പ്ലേ എന്ന് പറയാം. ഒരു 16:9 ആസ്പെക്ട് റേഷ്യോ ആണ്. അപ്പോൾ പഴയ മോഡൽ 16:9 ആണ് വരുന്നത്. ഇപ്പോഴത്തെ മോഡൽ 18:9, 19:9 ഒന്നുമില്ല, നോച്ച് ഡിസൈനോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, ഇതൊരു 5 ഇഞ്ച് HD ഡിസ്പ്ലേ, ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു HD ഡിസ്പ്ലേ എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഇതുണ്ടോ, ഇതൊരു നല്ലൊരു സ്ക്രീൻ ക്വാളിറ്റി വരുന്നുണ്ട്. വീഡിയോ ഒക്കെ പ്ലേ ബാക്കിനൊക്കെ നല്ല സ്ക്രീൻ ക്വാളിറ്റി തരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് നൈറ്റ് മോഡൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഇതിൽ ആൻഡ്രോയിഡ് ലൈറ്റ് വേഷനാണ് വരുന്നതെങ്കിൽ പോലും നമുക്ക് നൈറ്റ് നമ്മൾ ഒത്തിരി ലൈറ്റ് കണ്ണിലേക്ക് അടിക്കാതെ നമ്മുടെ കണ്ണിന് സേഫ് ആക്കുന്ന നൈറ്റ് മോഡ് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 455 ആണ്. സ്നാപ്ഡ്രാഗൺ 425. ഈ 425 എന്ന് പറഞ്ഞ പ്രൊസസ്സർ നമ്മൾ റെഡ്മി 4A എന്ന് പറഞ്ഞ ഫോണുകളിലും നമ്മുടെ എൻട്രി ലെവലായിട്ടുള്ള 1 വർഷം 1.5 വർഷം മുന്നേ 2 വർഷം മുന്നേ ഇറങ്ങിയ ഫോണുകളിൽ വന്നിരുന്ന ഒരു പ്രൊസസ്സറായിരുന്നു. ഇത് സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും എൻട്രി ലെവൽ പ്രൊസസ്സറാണ്. പക്ഷേ ഈ പ്രൊസസ്സർ ഒരു നല്ല പ്രൊസസ്സർ തന്നെയാണ്. 1.4 GHz ഉള്ളൊരു നല്ല പ്രൊസസ്സർ. അതായത് നോക്കിയ 1-നേക്കാളൊക്കെ നല്ലൊരു പ്രൊസസ്സറാണ് ഇത്, സ്നാപ്ഡ്രാഗൺ 425. ഇതൊരു മികച്ച ഈ ഒരു ബഡ്ജറ്റിൽ, ഒരു 5,000 രൂപ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ ഫോണുകൾ കൊടുക്കാൻ പറ്റിയ ഒരു പ്രൊസസ്സർ തന്നെയാണ്. പിന്നെ ഈ പ്രൊസസ്സർ ഒരു സ്മൂത്ത് പ്രൊസസ്സറാണ്. വലിയ ഹാങ്ങോ ലാഗോ ഉള്ള ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോണുകളുടെ പ്രശ്നമുള്ള പ്രൊസസ്സറല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ആൻഡ്രോയിഡ് ഗോ വേർഷൻ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊസസ്സറിനെ മാക്സിമം പവർ ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വലിയ ഹാങ്ങോ പ്രശ്നങ്ങളോ ഹീറ്റിങ്ങോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇതൊരു നോർമൽ ഫോണാണ്. ഇതൊരു വലിയ ഗെയിമിംഗ് ഫോണോ അല്ലെങ്കിൽ ഗെയിമേഴ്സിനെ പറ്റിയ ഫോണോ ഒന്നുമല്ല. ഇത് ഏത് തരത്തിലുള്ള യൂസേഴ്സിന് പറ്റിയ ഫോണാണെന്ന് ഞാൻ പറയാം. പിന്നെ വരുന്നത് ഒരു 3000 mAh ബാറ്ററിയാണ്. നിങ്ങൾക്ക് 10 days ബാറ്ററി സ്റ്റാൻഡ് ബൈ ടൈമാണ് കമ്പനി പറഞ്ഞത്. അതൊരു 4G കോളിങ്ങിൽ നമുക്ക് 12.5, അതായത് ഒരു ദിവസത്തിൻ്റെ പകുതി നമുക്ക് ഇതിനകത്ത് കിട്ടും. അതുപോലെ 2G കോളിംഗ് ഉണ്ട്, 32 hours നമുക്ക് കിട്ടും. അതുപോലെ ഫുൾ HD വീഡിയോ റെക്കോർഡിങ് നമുക്ക് 4.5 മണിക്കൂർ ചെയ്യാം ഈ ബാറ്ററിയിൽ. വീഡിയോ പ്ലേ ബാക്ക് നമുക്ക് 5.5 മണിക്കൂർ, അതായത് നമുക്കൊരു 2-3 സിനിമയൊക്കെ നമുക്ക് ഫുൾ ചാർജിൽ നമുക്ക് ഇരുന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ മ്യൂസിക് പ്ലേ ബാക്ക് 29 hours, അതായത് നമുക്ക് 2 ദിവസമൊക്കെ ഈ ഫോൺ സ്റ്റാൻഡ് ബൈ ആയിട്ട് പാട്ട് കേൾക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 3000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റി ആണുള്ളത്. സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറുകൾക്ക് പൊതുവേ ബാറ്ററി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊസസ്സറുകളാണ്. അതുകൊണ്ട് നമുക്കൊരു നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇത് ഒപ്റ്റിമൈസ്ഡ് ഒരു UA ആണ്. ഞാൻ അതിനെപ്പറ്റി പറയാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ആൻഡ്രോയിഡ് ഓറിയോ വിത്ത് ഗോ എഡിഷനാണ്. ഈ ഗോ എഡിഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ലൈറ്റ് ആൻഡ്രോയിഡ് വേർഷൻ ആയിരിക്കും. അതായത് നമ്മൾ നോർമലി ഫോണുകളിൽ കാണുന്ന ടൈപ്പ് ആൻഡ്രോയിഡ് ആയിരിക്കില്ല. ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ലൈറ്റ് വേർഷൻ. സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെ ഓൾറെഡി ഒരു ലൈറ്റ് നമുക്കൊരു എന്താ പറയുക, ഒരു സിമ്പിൾ ആയിട്ടുള്ള OS ആണ്. അതിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു OS ആണ് ഇത്. സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ഗോ എഡിഷൻ ആൻഡ്രോയിഡ് ആയിരിക്കും. നല്ല ഒരു ഒപ്റ്റിമൈസ്ഡ് ആൻഡ്രോയിഡ് ആയിരിക്കും. ഇതിനകത്ത് ഫോണിനകത്ത് വരുന്നത് 1 GB RAM ആണ്. അതുപോലെ 8 GB ഇൻറ്റേർണൽ സ്റ്റോറേജും. അപ്പോൾ നമുക്ക് നോർമലി ആൻഡ്രോയിഡ് ഫോണുകളിൽ അറിയാം ഒത്തിരി സ്റ്റോറേജ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിന് കുറച്ച് സ്റ്റോറേജ് മതി. സ്മൂത്ത് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നിരുന്ന സംഭവം. ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർമൽ ആൻഡ്രോയിഡ് ഫോണിൽ വരുന്ന നമ്മുടെ ആപ്പുകളാണ്. പക്ഷേ ഈ ആൻഡ്രോയിഡ് ഫോണിൽ വരുമ്പോൾ ഇതെല്ലാം ഗോ ആവും. അതൊരു ലൈറ്റ് വേർഷനിലേക്ക് പോകും. പക്ഷേ ഇതൊരു നമുക്ക് സാധാരണ ആപ്പുകളിൽ കിട്ടുന്ന എല്ലാ ഫീച്ചറുകളും കിട്ടുകയും ചെയ്യും. പക്ഷേ ഇതൊരു ലൈറ്റ് വേർഷനിൽ ഒപ്റ്റിമൈസ് ആയിട്ട് ബാറ്ററി ഒപ്റ്റിമൈസും നമ്മുടെ സോഫ്റ്റ്വെയറിനെ നമ്മുടെ ഫോണിനെ ഹാങ് ആക്കാത്ത രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ലൈറ്റ്, യൂട്യൂബ് ആണെങ്കിലും ജിമെയിൽ ആണെങ്കിലും എല്ലാം ലൈറ്റ് വേർഷനിലായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ നമുക്കിതൊരു നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇതാണ് റാം ഒപ്റ്റിമൈസേഷൻ. അത് 1 GB റാമാണ് ഈ ഫോണിൽ വരുന്നത്. പക്ഷേ അത് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. സ്നാപ്ഡ്രാഗൺ 425 എന്ന് പറഞ്ഞൊരു അത്യാവശ്യം നല്ല പ്രൊസസ്സറുമാണ്. അപ്പോൾ 1 GB റാം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. കാര്യം ഈ ഒപ്റ്റിമൈസ്ഡ് UA വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിന് 128 GB വരെ എക്സ്പാൻഡബിൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു വേറൊരു പ്രത്യേകതകളൂടെ ഉണ്ട്. ഈ ഫോണിന് നമുക്ക് ഡയറക്റ്റ് മെമ്മറി കാർഡിലേക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ലഭിക്കുന്ന ഫോണുകൾക്കൊന്നും ഡയറക്റ്റ് നമുക്ക് സ്റ്റോറേജിലേക്ക് നമുക്ക് ഇത് ആപ്സ് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഇപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്കൊരു ആപ്പിനെ നമുക്ക് മെമ്മറി കാർഡിലേക്ക്
ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 8 GB ഇൻറ്റർണൽ സ്റ്റോറേജ് ആണ് ഈ ഫോണിന് ആകെ ഉള്ളൂ. അതിൽ നമുക്കൊരു 4 GB ഒക്കെ ആയിരിക്കും യൂസബിളായിട്ട് കിട്ടുന്നത്. അതിനകത്ത് മാക്സിമം നമുക്ക് കിട്ടാനായിട്ട് ഇവരിങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 32 GB ഈ ഒരു ഫോൺ വാങ്ങിച്ചിട്ട് ഒരു 32 GB 450 രൂപയ്ക്ക് ഒരു 32 GB മെമ്മറി കാർഡ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു ക്ലാസ് 10 മെമ്മറി കാർഡ് ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. സാൻഡിസ്കിനൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഒരു സാധാരണ യൂസറിന്, ഒരു എൻട്രി ലെവൽ യൂസറിന്, ഒരു സാധാരണ യൂസറിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റും ഉണ്ട്. നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് വെച്ചുള്ള എല്ലാ സംഭവങ്ങളും ഈ ഫോണിനകത്ത് കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറയിലേക്ക് വരാം. ക്യാമറയിലേക്ക് വരുമ്പോൾ ബാക്ക് ക്യാമറ വരുന്നത് 8 MB ക്യാമറ, ഒരു ഫ്ലാഷുമാണ്. ഒരു നോർമൽ ക്യാമറ, അത്യാവശ്യം മികച്ച ക്വാളിറ്റി ഉള്ള, ഒരു 5000 രൂപയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ക്വാളിറ്റി ഉള്ള ക്യാമറ തന്നെയാണ് ഈ ഫോണിനകത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ 5 MB ഒരു സെൽഫി ക്യാമറ വിത്ത് AI ബ്യൂട്ടി മോഡൊക്കെ ഉണ്ട്. ബ്യൂട്ടി മോഡിൽ നമുക്ക് അത്യാവശ്യം നല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്കിൻ ടോൺസ് ഒക്കെ കിട്ടും. ഇപ്പോൾ ഇത് കുറച്ച് സാമ്പിൾ ഷോട്ട്സ് ആണ് ഈ കാണിക്കുന്നത്, താജ്മഹലിൻ്റെയും ഇപ്പോൾ ഒരു ഫോട്ടോയെ കാണിക്കുന്നത്. ഇതൊക്കെ സൂം ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്വാളിറ്റി കുറവായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഒരു 5000 രൂപ ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്യാമറ തന്നെയാണ് ഈ ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ സാമ്പിൾ ഷോട്ട്സ് ആണ്, ക്യാമറയുടെ സാമ്പിൾ ഷോട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ ഹൈബ്രിഡ് സിം സ്ലോട്ട് അല്ല. ഇപ്പോൾ ഇത്രയും ബഡ്ജറ്റിൽ ഒരു ഫോൺ ഇറക്കിയിട്ടും ഹൈബ്രിഡ് ആക്കിയിട്ടില്ല. അതൊരു മികച്ച കാര്യം തന്നെയാണെന്നുണ്ടെങ്കിൽ പറയാം. നമുക്കിപ്പോൾ കുറച്ച് റേഞ്ച് കൂടി ഫോണുകളിലൊക്കെ, എമ്മയുടെ ഫോണുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. ഇത് ഹൈബ്രിഡ് അല്ല. ഇത് നമുക്ക് 2 സിമ്മും ഒരേ സമയം മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റിയ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് വരുന്ന ഒരു എന്താ പറയുക, ഒരു സ്ലോട്ട് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരേ സമയം 2 സിമ്മ് യൂസ് ചെയ്യാം, മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. 128 GB വരെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ സ്റ്റോറേജ്. അപ്പോൾ നമുക്ക് ഈ ഫോൺ 20 ഇന്ത്യൻ ലാംഗ്വേജ് ഉണ്ട്. മലയാളം, ഹിന്ദി ഉൾപ്പെടെ തമിഴ് എല്ലാ ഇന്ത്യൻ ലാംഗ്വേജിലും ഈ ഫോൺ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടി ഇറക്കിയാവുന്ന ഒരു ഫോണാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഇത് പുറത്തും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു 20 ഇന്ത്യൻ ലാംഗ്വേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബ്ലൂ, പിന്നെ ഒന്ന് ബ്ലാക്ക്. അപ്പോൾ ബ്ലാക്ക് നമ്മുടെ ഇന്ത്യക്കാരുടെ ഫേവറേറ്റ് കളറാണ്. അതുകൊണ്ട് ഇവരെന്തായാലും ബ്ലാക്ക് കളറിൽ ലോഞ്ച് ചെയ്യും. പിന്നെ ഈ ഫോൺ വന്നിരിക്കുന്നത് മാഡ് ഇൻ ഇന്ത്യ ആണ്. എല്ലാം എമ്മയുടെ മിക്ക പ്രൊഡക്ട്സുകളും ഇപ്പോൾ 99% പ്രൊഡക്റ്റുകൾ ഇവർ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് നമ്മുടെ ഇന്ത്യയിൽ വിൽക്കുന്നത്. അതുകൊണ്ട് മാഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് ക്വിക്ക് സ്പെക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് കാണാം കുറച്ച് ഫോണുകളായിട്ടുള്ള, ഇപ്പോൾ ഒരു സാംസങ് J2, ഞാൻ പറഞ്ഞാൽ അതുപോലെ Nokia 1, ഈ പറഞ്ഞ ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ഫോൺ ഇത് തന്നെയാണ്. നമുക്ക് റാമിലാണെങ്കിലും, നമുക്ക് സ്പീഡിലാണെങ്കിലും, ബാറ്ററിയിലാണെങ്കിലും 3000 mAh ബാറ്ററി. പിന്നെ ഇത് ആൻഡ്രോയിഡിൻ്റെ, ഗൂഗിളിൻ്റെ തന്നെ OS ആണ് കേട്ടോ, നല്ല OS. നമുക്ക് MIUI പോലത്തെ ഹെവി OS അല്ല, ഇത് ഒരു ലൈറ്റർ OS ആണ്. കണ്ടോ, ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ 4499 രൂപയാണ്. അപ്പോൾ ഇതൊരു 4499 രൂപയ്ക്ക്, ഒരു 5000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ഏറ്റവും മികച്ചതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഇത് നമുക്കറിയാം, ഗൂഗിളാണ് ഇതിൻ്റെ OS കൊടുക്കുന്നത്, ഷോമിയാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഒരു 1 GB റാം, ഒരു 8 GB സ്റ്റോറേജ്, ഇത്രയൊക്കെ വെച്ച് വരുന്നിരിക്കുന്ന ഒരു നോർമൽ ഫോണാണ്. അപ്പോൾ ഈ ഫോണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആർക്ക് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ പറയാം, ഒരു ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ആൾക്ക് ഒരു ആൻഡ്രോയിഡ് ഫോണിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ വലുതായ രീതിയിലുള്ള സ്പെക്കോ കാര്യങ്ങളൊന്നും ഉള്ള ഫോൺ വേണ്ട, ഒരു നോർമൽ ആൻഡ്രോയിഡ് ഫോൺ മതി എന്നുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ തീർച്ചയായിട്ടും വാങ്ങിക്കാം. പിന്നെ നമുക്ക് ചിലവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ എന്താ പറയുക, വലിയ OS ഉപയോഗിച്ച്, ആൻഡ്രോയിഡ് OS ഉപയോഗിച്ച് വലിയ പരിചയമില്ലാത്തവർക്കും നമുക്ക് ആൻഡ്രോയിഡ് ഉപയോഗിച്ചിലേക്ക് എൻട്രി ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് ഈ ഫോൺ വാങ്ങിക്കാം. അതുപോലെ നമുക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ ഇപ്പോൾ ഫീച്ചർ ഫോൺ യൂസ് ചെയ്യും. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കൂടുതലും ഒരു 80% ആളുകൾ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും ഫീച്ചർ ഫോൺ തന്നെയായിരിക്കും. ഒരു കുറേ ആളുകൾ, പിന്നെ നമ്മൾ കുറേ പേരൊക്കെ ഇവർ യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ഫോൺ ആയിരിക്കും. പക്ഷേ അങ്ങനെ ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാത്തവർക്ക് നമുക്കിപ്പോൾ തോന്നുന്നതാണ് ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വാങ്ങിച്ചു കൊടുക്കണം, അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ വീട്ടുകാർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഇത് വലിയ എന്താ പറയുക, ഒരു ഹെവി OS നമുക്കൊരു കൺഫ്യൂഷൻസോ അങ്ങനെ വലിയൊരു സെറ്റിങ്സ് ഉള്ളതായ ഫോണല്ല. അതുകൊണ്ട് നമുക്ക് വീട്ടുകാർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫോൺ തന്നെ വേണമെങ്കിൽ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിലാർക്കെങ്കിലുമൊക്കെ വലിയൊരു ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫോൺ തന്നെയാണിത്. പിന്നെ ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു നോർമൽ ഒരു ലൈറ്റ് OS വരുന്ന ഫോണാണ്. അപ്പോൾ നമ്മൾക്കൊരു വലിയ ഹെവി ഗെയിം യൂസേഴ്സിനോ നമ്മൾക്കൊരു നല്ല യൂസറിന് പറ്റിയ ഫോണല്ല ഇത്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക ഫോൺ വാങ്ങിക്കുന്ന സമയത്ത്. ഇതൊരു നോർമൽ ഫോൺ, ഒരു എൻട്രി ലെവൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ നമുക്ക് പറയാം, വേറെ ഒന്നും ഇതിന് പറയാനില്ല. ഒരു എൻട്രി ലെവൽ ബഡ്ജറ്റ് ഏറ്റവും മികച്ച ഒരു എൻട്രി ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ. അപ്പോൾ നിങ്ങളിത് വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കുക. ഞാൻ പിന്നെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഇത് നിങ്ങൾക്ക് നമുക്ക് സാധാരണ ഹെവി യൂസിങ് പറ്റിയ അല്ലെങ്കിൽ ഒരു എന്താ പറയുക,
പറയുക, ഒരു ആൻഡ്രോയിഡ് ഗെയിം കളിക്കാനൊക്കെ പറ്റിയ ഒരു ഫോൺ അല്ല ഇത്. ഒരു നോർമൽ ഫോൺ മാത്രമാണ് ഇത്. ഒരു ലൈറ്റ് ആൻഡ്രോയിഡ് വേർഷനാണ് വരുന്നത്. ഒരു ലൈറ്റ് യൂസറിന് പറ്റിയ ഒരു ലൈറ്റ് ഫോണാണ് ഇത്. പക്ഷേ ഇത് ലൈറ്റ് യൂസറിന് പറ്റിയ മികച്ച ഫോൺ തന്നെ നമുക്ക് പറയാം. ഇന്നത്തെ എല്ലാം നമുക്ക് കിട്ടും. ഈ ഒരു ബെസ്റ്റ്, അത് 4500 രൂപ മാത്രം മതി ഇതിന് മുടക്ക് വരുന്നുള്ളൂ. 3000 mAh ബാറ്ററി നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്, എല്ലാം നമുക്ക് ഇന്നത്തെ കിട്ടുന്നുണ്ട്, മികച്ചൊരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. പിന്നെ ഈ ഫോണിനകത്ത് ഡബിൾ മൈക്കാണ്. അത് ഒരു മൈക്കും നമ്മുടെ നോർമലി വരുന്ന നോയിസ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. സാധാരണ ഒരു 5000 രൂപ പ്രൈസ് റേഞ്ചിലുള്ള ഒരു ഫോണിലും നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ ഈ ഒരു ഫോണിൽ നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോൺ വിളിക്കാൻ വേണ്ടി മാത്രം ഒരു സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. ഒരു ബെസ്റ്റ് ബാറ്ററി കിട്ടുന്ന ഒരു ഫോൺ തന്നെയായിരിക്കും ഒരു 3000 mAh ബാറ്ററി. അതൊരു ലൈറ്റ് യൂസിനും ഒരു സെക്കൻഡറി ഫോൺ ഒരു ലൈറ്റ് യൂസിന് വേണമെന്നുള്ളവർക്കൊക്കെ ഈ ഫോൺ വാങ്ങിക്കാം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതാണ്, നിങ്ങൾക്ക് ഒരു ഇച്ചിരി ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 1500 രൂപയുടെ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റെഡ്മി 6A വരുന്നത് 5999 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു ലൈറ്റ് യൂസർ അല്ല, നിങ്ങൾക്കൊരു ഒരു റിയൽ ആൻഡ്രോയിഡ് ഫോൺ തന്നെ, ഇതൊരു റിയൽ ആൻഡ്രോയിഡ് ഫോൺ തന്നെയാണ്, എന്നാലും ഒരു മികച്ച ആൻഡ്രോയിഡ് ഫോൺ തന്നെ, ഒരു എന്താ പറയുക, ഒരു കസ്റ്റം UI ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡ്മി 6A പോയിരിക്കും ബെറ്റർ. അത് 5999 രൂപയ്ക്ക് റെഡ്മി 6 അതാകുമ്പോൾ 2GB റാമും 16GB സ്റ്റോറേജൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്യാഷ് മുടക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും റെഡ്മി 6A പോകാനായിട്ട് ശ്രമിക്കുക. ഇതൊരു എൻട്രി ലെവൽ ഫോണാണ്, ഇതൊരു മികച്ച ഫോൺ തന്നെയാണ്. ഇത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ ഒരു ഫോൺ പറ്റുന്ന ഫോണാണെന്ന് ചിന്തിച്ചിട്ട് ശേഷം മാത്രം വാങ്ങിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ റിവ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഫോണിനെ പറ്റി ഒരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മിക്ക വീഡിയോകൾക്ക് ഇതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇനി എനിക്കറിയാത്ത സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ആളുകൾ അടിയിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് കമൻറ്റ് റിപ്ലൈ തരാണ്ട് വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ യൂസേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം. വാങ്ങിച്ച ആളുകളുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഈ ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരു നല്ല ഫോണായിട്ട് എനിക്ക് തോന്നുന്നു, ഒരു ലൈറ്റ് ഫോണായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫോൺ തന്നെയാണ്. വേറെ കുഴപ്പങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല, നല്ല ഫോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലുള്ള ടെക്നോളജി അറിവുകൾ, അൺബോക്സിങ്ങുകൾ, ഇതുപോലത്തെ റിവ്യൂസുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ റെഡ്മി ഗോനെ പറ്റി മറ്റാളുകളിലേക്ക് നമുക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് ഒന്ന് പരിചയപ്പെടുന്നതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു ഫോണിനെ പറ്റി അറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു എൻട്രി ലെവൽ ഫോൺ അന്വേഷിച്ച് കൊടുക്കുന്നവർക്ക് ഒരു ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോയിലോട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അതൊരു ബൈ.